എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മാതൃത്വം എന്ന് പറയുന്നത് കേവലം ബയോളജിക്കലായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഒരു പ്രക്രിയ മാത്രമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ചിന്തിച്ചാൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ വളരെ മഹിമയാർന്ന മറ്റൊരു വ്യക്തി കൂടി ജനിക്കുന്നുണ്ടെന്ന് ഖലീൽ ജിബ്രാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചാൽ അമ്മയാണോ കുട്ടിയാണോ അമ്മ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഈ കുഞ്ഞില്ലെങ്കിൽ അമ്മയില്ല. എൻ്റെ കുഞ്ഞാണ് എന്നെ സൃഷ്ടിച്ചത് നമ്മൾ പറയേണ്ടി വരും. അങ്ങനെയല്ലേ നമ്മൾ അമ്മയാവുന്നത്. ഒരു അമ്മ അതുവരെ പാടാതെ നിശബ്ദമായി തന്റെ ചുണ്ടിൽ കാത്തുവെച്ച സംഗീതമാണ് ഒരു കുഞ്ഞ് തന്റെ ചുണ്ടുകളിലൂടെ പാടുന്നത്. ഈ അമ്മ റിഫ്ലക്ട് ചെയ്യാണ്. കാരണം എൻ്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എനിക്ക് കൈവരാതെ പോയ കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിൽ കിട്ടാതെ പോയ എല്ലാം എൻ്റെ കുഞ്ഞിന് വേണമെന്ന് എൻ്റെ അമ്മ ആഗ്രഹിക്കുക അല്ലെ. എല്ലാ അമ്മമാരും അങ്ങനെയാണ്. അപ്പം അങ്ങനെയാണ് ഒരു കുഞ്ഞ് അമ്മയുടെ തന്നെ ഫീലിങ്സ് പാടി തുടങ്ങുന്നത്. അമ്മ എത്ര പ്രശസ്തയാണോ, എത്ര സുന്ദരിയാണോ, അല്ലെങ്കിൽ എത്ര പ്രഗത്ഭമതിയാണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരുമ്പോഴും ഒരുപക്ഷെ ഇതൊന്നും ഇല്ലാത്ത കുട്ടിക്കും അമ്മ അമ്മ തന്നെയല്ലേ. ഞാനിപ്പം ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മുസൈദമായിട്ടുള്ളൊരു കഥയുണ്ട്, അമ്മ കൊയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. ആ കഥ തുടങ്ങുന്നത് ഭുവന എന്നൊരു പെൺകുട്ടി, സ്കൂൾ വിദ്യാർത്ഥിനി, ടൗണിലെ ഒരു സ്കൂളിൽ ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ അവിടെ തലേന്ന് രാത്രി, കാരണം അവളുടെ അമ്മ ഒരു വയലിൽ പണിയെടുക്കുന്ന ഒരു കർഷക സ്ത്രീയാണ്. അച്ഛനില്ല, അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചു. തലേന്ന് രാത്രി അമ്മ വെറും കഞ്ഞിവെള്ളം 2 വറ്റുമായിട്ട് ചൂടാക്കി കൊടുത്തൊരു ഭക്ഷണം കഴിച്ചുകൊണ്ട് ഉറങ്ങിക്കിടന്ന കുട്ടി രാവിലെ അവൾ പട്ടിണിയാണ്. അമ്മയ്ക്കും മകൾക്കും കഴിക്കാനൊന്നുമില്ല. അപ്പോഴാണ് കസ്തൂരി എന്നൊരു ടീച്ചർ, അവളുടെ സ്കൂളിലെ ടീച്ചർ രാവിലെ വീട്ടിലുണ്ട്, ഭവനൊന്നും വരുന്നില്ലേ, നമുക്ക് ചിത്രരചന മത്സരത്തിന് പോകണ്ടേ എന്ന് ചോദിച്ചപ്പം അമ്മ ചീത്ത പറയണം, ചിത്രരചനയൊന്നും വേണ്ട, നീ പഠിച്ചു വല്ലതും ആവാൻ നോക്ക് എന്ന് പറയുന്നതിനൊപ്പം അമ്മ മറ്റൊന്നും പറയുന്നുണ്ട്, നീ എന്ത് ചിത്രം വരച്ചാലും നീ ഇവിടെ ചെറുക്കൽപ്പാടത്ത് കൊയ്യാൻ പോകേണ്ടത് പെണ്ണല്ലേ. അമ്മ അങ്ങനെയാണ്, കൊയ്ത് ജീവിക്കുന്ന ഒരാളാണ്, കർഷക തൊഴിലാളിയായത്. ആ കുട്ടിയെ ചെറുതാക്കിക്കൊണ്ട് പറയുന്നില്ല. ടീച്ചർ പറഞ്ഞു, സമ്മാനം ഒന്നും കണക്കാക്കട്ടെ, എന്തായാലും അവിടെ വരയ്ക്കട്ടെ എന്ന് പറഞ്ഞു. ഒഴിഞ്ഞ വയറോട് കൂട്ടിയിട്ടാണ് ഈ കുട്ടി ചിത്രരചനയ്ക്ക് വേണ്ടിയിട്ട് ആ സ്കൂളിലേക്ക് പോകുന്നത്. ടൗണിൽ ടീച്ചറുടെ കൈ പിടിച്ച് അവൾ പോയി അവിടെ ചെന്നിരുന്നു. അവൾ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം വരയ്ക്കാമെന്നാണ് പറഞ്ഞത്. ചിലര് യുദ്ധത്തിനെ കുറിച്ച് വരച്ചു, ചിലര് ഭീകരതയെ കുറിച്ച് വരച്ചു, സാക്ഷരതയെ കുറിച്ച് വരച്ചു. ഈ കുട്ടിക്ക് ഒരു ആശയം മനസ്സിൽ വരുന്നില്ല. കാരണം ചിന്തിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല അവൾ. ജീവിതത്തിലെ ദുഃഖങ്ങളും അമ്മയുടെ സങ്കടങ്ങളും കണ്ടുകൊണ്ട് ആ കുട്ടിക്ക് ഒന്നും വരയ്ക്കാൻ കഴിയാതെ ഇരുന്ന് കരയുകയായിരുന്നു ഹാളിൽ. സമയം കഴിയാറായപ്പോൾ അവൾ എന്തോ വരച്ചിട്ടു. അത് കഴിഞ്ഞ് അവൾ പുറത്തു വന്നപ്പോൾ ടീച്ചർ ചോദിച്ചു, നീ എന്താ വരച്ചതെന്ന് ചോദിച്ചപ്പോൾ അവൾ കരയാൻ തുടങ്ങി. ഞാൻ എന്താ പറയാ ടീച്ചർ, എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് വരയ്ക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ടീച്ചർ ഒന്ന് സാരമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം, എന്നിട്ട് വീട്ടിലേക്ക് മടങ്ങാം, എന്തായാലും പ്രൈസ് ഒന്നും കിട്ടില്ല എന്ന് ഉറപ്പിച്ചു. അപ്പൊ ഇവിടെ എനിക്കൊന്നും വേണ്ട. അവൾ രാവിലെ കഴിച്ചിട്ടില്ലെങ്കിലും അവളുടെ അഭിമാനം, ഏത് കുട്ടിക്കും ഒരു അഭിമാനമുണ്ട്. നമ്മൾ പ്രധാനമായി ഞാൻ ഇടയിൽ ഒന്ന് ഡിവിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നത്, ഒരു കുട്ടിയെയും നമ്മളൊരു സഹായം ചെയ്യുമ്പോൾ സ്റ്റേജിൽ വിളിച്ച് നിർത്തി കൊടുക്കരുത്. അവൾക്ക് പുസ്തകം അല്ലെങ്കിൽ അവന് പുസ്തകം കൊടുക്കുമ്പോഴായാലും പേന കൊടുക്കുമ്പോഴായാലും അല്ലെങ്കിൽ ധനസഹായം പഠിക്കാൻ കൊടുക്കുമ്പോഴൊക്കെയായാലും നമ്മൾ ചെയ്യുന്ന വലിയ ചാരിറ്റിയാണെന്ന് പറഞ്ഞ കൊച്ചു കുട്ടികളെ നമ്മൾ പല സ്ഥലത്തും കണ്ട സ്റ്റേജിൽ വിളിച്ച് വരുത്തിയിട്ട് കൊടുക്കും. ഇത് ആ കുട്ടിക്ക് ഒരു അഭിമാനം ഉണ്ട്, നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. മറ്റൊരാളുടെ സഹായം നമ്മൾ എല്ലാവർക്കും വിഷമമാണല്ലേ, നമുക്കും പണങ്ങളുണ്ടാവും, വിഷമങ്ങളുണ്ടാവും, പക്ഷെ നമ്മൾ മറ്റൊരാളത് അറിയാൻ ആഗ്രഹിക്കും. പക്ഷെ ഒരു കുട്ടിയോടത് ചെയ്യുമ്പോൾ അവന്റെ അല്ലെങ്കിൽ അവളുടെ ഉള്ളിൽ ഒരു മുറിവുണ്ടാവുന്നുണ്ട്. അവിടെ അത് നമുക്ക് ഒരിക്കലും ഹീൽ ചെയ്യാൻ പറ്റില്ല. എന്ത് മരുന്ന് കൊടുത്താലും ആൾക്കാരെ മുന്നിൽ വെച്ച് ഈ സൗജന്യം കൈനീട്ടി വാങ്ങാൻ ഒരു കുട്ടി പോട്ടെ, അച്ഛനമ്മ ആയിക്കോട്ടെ, അവർക്കായാലും സ്വന്തം കുട്ടിക്ക് വേണ്ടിയിട്ട് അച്ഛനും അമ്മയും സ്റ്റേജിൽ കയറിയിട്ട് സഹായം വാങ്ങുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന കുട്ടിയുടെ മനസ്സിൽ ഒരു വിഷമമുണ്ടാവും. എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വന്നല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഏത് കാലത്തും ഈ കുട്ടികളെല്ലാം ഒരു വ്യക്തിയായിട്ട് തന്നെ കണക്കാക്കും. അപമാനിക്കാതിരിക്കുക, എവിടെയും വെച്ച് വിഷമിപ്പിക്കാതിരിക്കുക. ഞാൻ പറഞ്ഞു വന്ന കഥയിലേക്കാണ്. അപ്പൊ ഈ കുട്ടി രാവിലെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും കസ്തൂരി ടീച്ചറോട് പറയണം, എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയാം. ടീച്ചർക്ക് അറിയാം കുട്ടി രാവിലെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ടീച്ചർ പറഞ്ഞ സാരില്ല, എനിക്ക് വിശക്കുന്നത്, നമുക്ക് രണ്ടും കൂടെ പോകാന്ന് പറഞ്ഞ് കുട്ടിയെ വിളിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്ത് കൈ പിടിച്ചുകൊണ്ട് ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം വാങ്ങിക്കൊടുത്തു. അവൾ വയറുമറെ കഴിച്ചതിന് ശേഷം പോയി ടീച്ചർ വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, നമുക്ക് വൈകുന്നേരം വരെ നിൽക്കാം, 4 മണി വരെ സമയം ഉണ്ടല്ലോ, എന്തായാലും വീട്ടിൽ പോയിട്ട് തിരക്കൊന്നുമില്ലല്ലോ നിനക്ക്, ആരോ സമ്മാനം വാങ്ങിക്കോട്ടെ, നമ്മൾ തന്നെ ആവണമെന്നില്ലല്ലോ സമ്മാനം വാങ്ങണത്, ആർക്ക് കിട്ടിയാലും നമുക്ക് കൈയടിക്കാം, സന്തോഷമായിട്ട് പോയി കാണാം, എന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. ഉച്ചയ്ക്ക് അവിടെ പോയി ചെന്ന് കണ്ടപ്പം അവിടെ ബാക്കി കുട്ടികളെല്ലാം ഒരുപാട് ഗ്രൗണ്ടിൽ ഓടിച്ചാടി കളിക്കുന്നു, വളരെ സന്തുഷ്ടരായിട്ട് നല്ല നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് വിദേശ നിർമ്മിത ബ്രഷുകളും ചിത്രം വരയ്ക്കാനുള്ളതൊക്കെ, അതൊക്കെ വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ആ കുട്ടികളെല്ലാം സന്തോഷമായിട്ട് നമുക്ക് ഈ കുട്ടിയുടെ മരത്തിന്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു, അതിനെ കാത്തിരിക്കുകയായിരുന്നു. 4 മണിക്ക് റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോയപ്പോൾ ടീച്ചർ പറഞ്ഞു, നമുക്കൊന്ന് പോയി നോക്കാം. വേണ്ട ടീച്ചർ, എനിക്ക് എന്തായാലും കിട്ടില്ല, ഞാൻ ഒന്നും വരച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ടീച്ചർ പോയി കുട്ടി വരത്താനല്ലായിരുന്നു. കുറച്ചു കഴിഞ്ഞാൽ ടീച്ചർ ഓടിയിട്ട് വരുന്നു. ടീച്ചർ എന്താ ടീച്ചർ ഇത്രയും ആവേശത്തോടുകൂടി വരുന്നത് ചോദിച്ചപ്പോൾ ടീച്ചർ അടുത്ത് ചോദിച്ചു, നീ എന്താന്ന് വരച്ചത് എന്ന് ചോദിച്ചു. ഞാൻ ഒന്നും വരച്ചിട്ടില്ല ടീച്ചർ, ഞാൻ മനസ്സിൽ തോന്നിയ ചിത്രം കൂടിയിട്ടു, അതെന്തായിരുന്നു എന്ന് പറ. അപ്പൊ ഈ കുട്ടി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, വരയ്ക്കാനിരുന്നപ്പോഴേക്കും അമ്മയാണ് മുന്നിൽ, വേറൊന്നും ലോകത്തിൽ ഒരു പ്രശ്നവും അവൾക്ക് പ്രശ്നമല്ല. എന്താണ് പ്രശ്നം? അമ്മയുടെ ദാരിദ്ര്യം, അമ്മയുടെ വേദന, അമ്മയുടെ കണ്ണീർ.
ഇതൊക്കെയാണ് അവളുടെ പ്രശ്നം. അവള് വരച്ചിട്ടത് അങ്ങനെ ഒരു പാടത്ത് തലയിലൊരു തോർത്തും കൊണ്ട് കെട്ടി കുനിഞ്ഞു നിന്ന് ചേറുപുരണ്ട് അവിടെ കൊയ്യുന്ന അമ്മയാണ് അവളുടെ മനസ്സിലുണ്ടായിരുന്നത്. അവൾ ആ ചിത്രമാണ് വരച്ചത്, അമ്മ കൊയ്യുന്ന ആ ചിത്രം വരച്ചതിനെ കുറിച്ച് പറയുമ്പോൾ അവളുടെ മനസ്സിലുണ്ടായിരുന്നത് എന്താ അറിയോ? സൂര്യൻ ഇങ്ങനെ കത്തിച്ചൊലിക്കുകയാണ്, സ്വർണ്ണവർണ്ണമുള്ള ഭൂമി, നെൽവയലുകളൊക്കെ ഇങ്ങനെ കതിരിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു കരിക്കട്ട പോലെ ഈ സ്വർണ്ണവർണ്ണങ്ങൾക്കിടയിൽ സൂര്യന്റെയും വയലുകളുടെയും ഒക്കെ നടുക്ക് എൻ്റെ അമ്മ ഒരു കരിക്കട്ട പോലെ. എന്തുകൊണ്ടാണ് ആ കരിക്കട്ട എന്നുള്ള വാക്ക് അവൾ ഉപയോഗിച്ചത്? അവിടെ ദാരിദ്ര്യം കൊണ്ട്, പട്ടിണി കൊണ്ട്, മനോവേദന കൊണ്ട്, ഭർത്താവില്ലാതെ ഒരു കുഞ്ഞിനെ വളർത്തുകൊണ്ടാവുന്ന കഷ്ടങ്ങൾ കൊണ്ട്, അവൾക്കൊരു നേരത്തെ ഭക്ഷണം പോലും മര്യാദയ്ക്ക് കൊടുക്കാൻ കഴിയാത്ത തൻ്റെ നിസ്സഹായത കൊണ്ട്, ആ നിസ്സഹായത കൊണ്ടും വേദന കൊണ്ടുമാണ് അമ്മ ഒരു കരിക്കട്ടയായി മാറിയത്. അമ്മ കരിക്കട്ടയാവുന്നില്ല, പക്ഷെ കുട്ടിയുടെ കണ്ണിൽ അത്രത്തോളം ദയനീയ രൂപമാണ്. അവർക്ക് മറ്റെന്താ ചിന്തിക്കാൻ കഴിയുക? നമുക്ക് ലോകത്തിൽ ഒരു യുദ്ധത്തെ കുറിച്ചും വേറെ ചിന്തിക്കാൻ കഴിയില്ല. അപ്പൊ ടീച്ചർ കണ്ണീരണിഞ്ഞുകൊണ്ട് അവളെ പിടിച്ചുകൊണ്ട് പോകാൻ നമുക്ക് എന്തായാലും പോകാൻ. ആ കുട്ടിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ്. ആ ഒരു ഇത്രയും പേര് ഇത്രയും വലിയ വലിയ ചിത്രങ്ങൾ വരച്ചപ്പം സ്വന്തം അമ്മയുടെ കണ്ണീര് കണ്ട ഒരു കുട്ടിയുടെ ചിത്രത്തിന് അന്ന് ജില്ലാ കളക്ടറാണ് സമ്മാനദാനത്തിന് വരുന്നത് പറഞ്ഞു. കുട്ടി സമ്മാനം വാങ്ങി. അവിടെയാണ് ആ കഥ അങ്ങനെയാണ് അവസാനിക്കുന്നത്. അപ്പൊ കുട്ടി അവസാനം ആലോചിക്കണം, എന്തിനാണ് കസ്തൂരി ടീച്ചർ കരഞ്ഞത്? കുട്ടിക്ക് അറിഞ്ഞൂടെ എന്തുകൊണ്ടാണ് ടീച്ചറെ കരഞ്ഞത്? കാരണം ഈ സഹാനുഭൂതിയൊക്കെ ടീച്ചറുടെ മനസ്സിലുണ്ട്. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, 3 അമ്മമാരെ നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു കഥയിൽ. ഒരു അമ്മയല്ല കൊയ്യുന്നത്. ഒന്ന് അവളുടെ സ്വന്തം അമ്മ, ഒന്ന് കസ്തൂരി ടീച്ചർ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്വന്തം കുഞ്ഞിനെയില്ലാതെ മറ്റൊരാളുടെ കുഞ്ഞിനെയും അതുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ഭാവം ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അമ്മമാരാകുന്നുള്ളൂ. കസ്തൂരി ടീച്ചർ അങ്ങനെ ഒരു അമ്മയല്ല. എന്തുകൊണ്ടാണ് ഈ കുഞ്ഞിനെ തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിക്കൊടുത്ത് അവളുടെ ഉള്ളിലുള്ള കഴിവ് വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി, അവളുടെ വേദന മാറ്റാൻ വേണ്ടി ടീച്ചർ ഇത്രയും ചെയ്തില്ല? അതൊരു അമ്മയല്ല. ഒരിക്കലും ഭുവനെ ടീച്ചർ അല്ലല്ലോ പ്രസവിച്ചത്. 3ാമത്തെ അമ്മ ഈ കുട്ടി തന്നെയാണ്. കാരണം മാഡം പറഞ്ഞതുപോലെ സ്വന്തം മക്കളെ പറ്റി നേരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാരുടെ ഈ കുട്ടി സദാ നേരം ചിന്തിക്കുന്ന അവളുടെ അമ്മയെ കുറിച്ച്, അവളുടെ അമ്മയുടെ കഷ്ടങ്ങളെയും സങ്കടങ്ങളെയും കുറിച്ച്. അപ്പൊ അവളും ഒരു അമ്മയല്ല. അവൾ പ്രസവിച്ചിട്ടില്ലല്ലോ, പ്രസവിക്കാനുള്ള പ്രായമായിട്ടില്ലല്ലോ, പക്ഷെ അവളും ഒരു അമ്മയാണ്. ഇതല്ലേ ഈ മാതൃത്വം. ഇങ്ങനെയുള്ള അമ്മമാരെയല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടതും അവർക്ക് വേണ്ട സ്നേഹം കൊടുക്കേണ്ടതെന്ന് തോന്നുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് എല്ലാ മിനിറ്റും മാതൃദിനമായിട്ട് മാറ്റാനുള്ള കഴിവ് നമുക്കുണ്ടാവും. ഞങ്ങളുടെ ഈശ്വരനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായി. സമാനമായിട്ടുള്ള മനസ്ഥിതികളുമായി ഒക്കെ സംസാരിക്കാനും ഒക്കെ ഒരു അവസരം ഈ ഒരു മാതൃദിനത്തിലൂടെ ഉണ്ടാക്കി തന്ന മദേഴ്സ് ഗോൾഡിന്റെ സാരഥികൾ അങ്ങേയറ്റം അഭിനന്ദനം അറിയിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ.